ഭക്തിയിൽ നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ വെച്ചിട്ട് ഗുരുവായൂരപ്പന്റെ ഭക്തരെ അളക്കരുത്. പ്രത്യേകിച്ച് കൃഷ്ണഭക്തിയിൽ നിങ്ങൾ ഗുരുവായൂർ വന്നാൽ കാണാം ഒരു അമ്മ പാവം, അതിന് ആകെ ഉള്ളതൊരു കൃഷ്ണവിഗ്രഹ, അതും എടുത്തുകൊണ്ട് നടക്കും ഗുരുവായൂരപ്പട മുഴുവൻ. അതിനെ അലങ്കരിക്കും, അതിന് പൊട്ടുകുത്തി കൊടുക്കും, അതിന് ഡ്രസ്സ് ഇടും. ചൂട് കാലത്ത് അവിടെ പോയിട്ട് കാണാം മിനറൽ വാട്ടർ കുപ്പി വാങ്ങിയിട്ട് അതിന്റെ വായിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കാണുമ്പോൾ പരിഹാസമാണ്. ഓ, ഇതൊക്കെയാണോ ഭക്തി? നിങ്ങൾ ആരാണ് ഭക്തി നിർണ്ണയിക്കാൻ? നിങ്ങളുടെ സ്കെയിൽ വെച്ച് അളക്കാൻ നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഭഗവാനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഈ നാട്ടിൽ. നിങ്ങൾ ഭഗവത്ഗീത പഠിച്ചു, ഭാഗവതം പഠിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ വലിയ ഭക്തരായി, ഇതൊക്കെ കോപ്രായമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, ഭഗവാൻ കണക്ക് എഴുതി വെക്കുന്നുണ്ട്, നിങ്ങൾക്കുള്ള കണക്ക്. ഒരാളെയും ജഡ്ജ് ചെയ്യാതിരിക്കുക, അദ്ദേഹം ജഡ്ജ് ചെയ്തോട്ടെ. നമ്മളായിട്ട് റാങ്ക് ഉണ്ടാക്കണ്ട, ടോപ്പ് 10 ഭക്തർ.